അതിനിടയിൽ ഇപ്പോൾ അൽ ജസീറ നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലൊന്ന്, ഇസ്രായേൽ ക്ലോസസ് ക്രോസിംഗ് ഇൻ ടു ഗസ സ്ട്രിപ്പ് ഇൻക്ലൂഡിംഗ് റഫ അതിർത്തി ഉൾപ്പെടെയുള്ള ഗസ മുനമ്പിലേക്കുള്ള വഴികൾ ഇസ്രായേൽ അടച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ബെന്യാമിൻ നെതന്യാഹു ഇസ്രായേലിലെ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. നെതന്യാഹു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നെതന്യാഹു ഇപ്പോഴത്തെ സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിൽ അയവ് വരാനുള്ള സാധ്യതകൾ പറഞ്ഞിട്ടുണ്ടോ? അതല്ല, ആക്രമണം കടുപ്പിക്കും, ഇറാനെ ഇല്ലാതാക്കും എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അഫ്താബ് റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. അഫ്താബ്, നെതന്യാഹു ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടേക്ക് പോകാൻ ഇസ്രായേലുണ്ട്, അതല്ല തീർത്തു കളയണം ഇറാനെ എന്നുള്ള നിലപാട് തന്നെ ആവർത്തിക്കുകയാണോ? മഹേഷ്, ഇസ്രായേലിലെ മുഴുവൻ മന്ത്രിമാരും അവരുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും നിലവിൽ അണ്ടർഗ്രൗണ്ടിലാണ് ഉള്ളത്. അവർ നേരത്തെ തന്നെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിയിരുന്നു. കാരണം അത്രയധികം പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഇതിനിടയിൽ അവിടെ നിന്നും റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ ടെലിവൈസ് ചെയ്ത ഒരു ടെലിവിഷൻ അഭിസംബോധനയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നെതന്യാഹു പറയുന്ന കാര്യം മുമ്പെല്ലാം പറഞ്ഞതുപോലെ തന്നെ കാംനെയെ തങ്ങൾ വധിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. തെളിവുകളെല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ഇനി ഇല്ല, മാത്രമല്ല അവരുടെ സൈനിക നേതൃത്വത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത് അവർ തെരുവിലേക്ക് ഇറങ്ങണം, അവർ ഭരണകൂടത്തിനെതിരെ പൊരുതണം, അവിടെയുള്ള ഭരണമാറ്റത്തിന് ഒപ്പം നിൽക്കണം. ഇതാണ് ആ മാറ്റത്തിനുള്ള സമയം. പശ്ചിമേഷ്യയുടെ മുഖം ഞങ്ങളിതാ മാറ്റുകയാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പോകുന്നത്. എന്നാൽ കാംനെയി ഇപ്പോഴും സുരക്ഷിതനാണ് എന്നുള്ളതാണ് അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. കാരണം നേരത്തെ തൊട്ടു മുമ്പ് ഇസ്രായേലിലെ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ ഈ ആക്രമണം വളരെ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു തീയതി വളരെ നേരത്തെ തങ്ങൾ തീരുമാനിച്ചതാണ്. അതിനുള്ളൊരു പുകമറ മാത്രമായിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി പറയുന്നത്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നേരത്തെ വരികയും ചെയ്തതാണ്. കാരണം നേരത്തെ 12 ദിനം നീണ്ട ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ സമാനമായ രീതിയിൽ തന്നെ സമാധാന ചർച്ചകളെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോവുകയും പിന്നീട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതുമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇറാനും സമാനമായ രീതിയിൽ തന്നെ ഒരുക്കവും നേരത്തെ നടത്തുകയും അവരെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടോ ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണമോ അവരുടെ പരമോന്നത നേതാവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അവരുടെ പല നേതാക്കളും കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സമ്മതിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണ്, എവിടെ വെച്ചാണ് എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടുമില്ല. ഏതായിരുന്നാലും നെതന്യാഹു പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം ദിവസങ്ങൾ നീണ്ടേക്കുമെന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്നൊരു രാവിലെ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്കും ഉറപ്പാണ്. കാരണം നേരത്തെ തന്നെയും ഇറാന്റെ പ്രതിരോധം അവർ കണ്ടതാണ്. ഇത്രയധികം ഉപരോധങ്ങളിൽ നിന്നിട്ട് പോലും ആ രാജ്യം പിടിച്ചു നിന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇറാൻ ജനത തന്നെയും സവിശേഷമായി ഈ തരത്തിലുള്ള എല്ലാ പ്രത്യാഘാതങ്ങളെയും നേരിട്ട് പല രൂപത്തിൽ അനുഭവിച്ച ഒരു ജനത കൂടിയാണ്. നേരത്തെ ഗസ കൊണ്ട് പറയുന്നത് പോലെ തന്നെ ഉപരോധം കൊണ്ട് വലഞ്ഞ ഒരു ജനതയാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു സ്ഥിതിവിശേഷം മറികടക്കുക എന്നുള്ളത് വളരെ ലളിതമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. അവരുടെ നേതാക്കളെ വധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നേരത്തെ നമ്മൾ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 80-ലേറെ അല്ലെങ്കിൽ 86ഓളം വരുന്ന വിദ്യാർത്ഥികളെ കൊന്നുകൊണ്ട് തുടങ്ങിയ ഒരു യുദ്ധം ഒരിക്കലും ആ നാട്ടിലെ ജനത മറ്റൊരു ശത്രുരാജ്യത്തിന്റെ കൂടെ നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകില്ല എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ യുദ്ധം ആരംഭിച്ചത് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ്. അതുകൊണ്ട് ആ ജനത അവരുടെ കൂടെ ഇനി എങ്ങനെ നിൽക്കുമെന്നുള്ള ചോദ്യം കൂടി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ രാത്രിയിലും ആക്രമണം തുടരുകയാണ്. അല്പം മുമ്പ് ഒരു വേവ് പോലെ, അതായത് പല ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. അതായത് ആദ്യം ഇറാനിൽ ആക്രമണം നടത്തുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് 50 മുതൽ
60 വരെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ അയക്കുന്നു. പിന്നീട് 10 ഡ്രോണുകൾ അയക്കുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അടിക്ക് തിരിച്ചടി എന്നുള്ള സ്വഭാവത്തിലാണ് ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. പല ഗൾഫ് രാഷ്ട്രങ്ങളെയും പോലെ ചെറിയൊരു രാജ്യമല്ല ഇറാൻ, വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കരയുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ വ്യോമാക്രമണത്തിലൂടെയോ പെട്ടെന്ന് ആക്രമണം നടത്തി അവർക്ക് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാനും ഒരുങ്ങി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ഇപ്പോഴും ഈ ഒരു രാവിൽ നമുക്ക് പറയാൻ കഴിയുക. വരും മണിക്കൂറുകളിൽ എന്തെല്ലാം സംഭവിക്കും, ഏതെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായിരുന്നാലും ഗൾഫ് രാഷ്ട്രങ്ങളും അതീവ ജാഗ്രതയിലാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് തിരിച്ചടിക്കാവുന്ന US ആസ്ഥാനങ്ങളുള്ളത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഈ ആക്രമണം നടക്കുമ്പോൾ പോലും ഒമാനിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നിട്ടില്ല. അവരാണ് ഈ യുദ്ധത്തിൽ മധ്യസ്ഥത തുടക്കം മുതൽ തന്നെ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യക്ക് നേരെ രാവിലെ ആക്രമണം നടന്നു, അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നിട്ടില്ല. കാരണം സൗദിയുടെ പ്രതികരണത്തിൽ അത് വ്യക്തമായിരുന്നു. തങ്ങളുടെ വ്യോമ മേഖലയോ ഏതെങ്കിലും സ്ഥലമോ ഇറാനെതിരായ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് സൗദി അറേബ്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ നേരെ ആക്രമണം നടത്തിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകി. ഇതിനുശേഷം സൗദിക്ക് നേരെ ആക്രമണം നടന്നിട്ടില്ല. എന്നാൽ ഇസ്രായേലുമായി മികച്ച നയതന്ത്ര ബന്ധമുള്ള US കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങൾക്ക് നേരെയാണ്, ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോഴും വലിയ